Hi, welcome to our channel. Modern Indian history important years നമ്മളിപ്പോൾ 1930 വരെ കണ്ടു കഴിഞ്ഞു. ഇത് ആ സീരീസിലെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. 1931 മുതലുള്ള ഈവൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ കാണാം. 1931 നമ്മൾ പറഞ്ഞു 1930ലാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930 കഴിഞ്ഞു. കോൺഗ്രസ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. സോ അതിനെ കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭു ഗാന്ധിജിയുമായി ചേർന്ന് ഒരു സന്ധി, ഒരു കരാറുണ്ടാക്കി. അതാണ് ഗാന്ധി ഇർവിൻ പാക്ട്, ഗാന്ധി ഇർവിൻ ഉടമ്പടി. സോ അതിനെ തുടർന്ന് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജി പങ്കെടുക്കുന്നു. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ഒരേ ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. ഇതേ ഇർവിൻ പ്രഭു തന്നെയാണ് ദണ്ഡി മാർച്ചിനെ സ്റ്റോം ഇൻ എ ടീ കപ്പ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. 1932 അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ മക്ഡൊണാൾഡ് അദ്ദേഹം കമ്മ്യൂണൽ അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കമ്മ്യൂണൽ അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ബേസിസിൽ മണ്ഡലങ്ങൾ നൽകുന്ന ഒരു രീതി. അതായത് മൈനോറിറ്റീസിന് കമ്മ്യൂണിറ്റി ബേസിസിൽ മണ്ഡലങ്ങൾ, പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച് നൽകുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ആ ഒരു രീതിയുടെ മറ്റൊരു വശമാണ് ഇതെന്ന് ആരോപിച്ച് ഗാന്ധിജി ഇതിനെതിരെ പൂന യർവാദ ജയിലിൽ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. സോ ഗാന്ധിജിയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നിരാഹാരം വേണ്ടെന്ന് വെക്കാൻ നടത്തിയ ഉടമ്പടിയാണ് പൂന ഉടമ്പടി അഥവാ പൂന പാക്ട്. ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിജിയും തമ്മിലാണ്. 1935 ഫേമസ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഭരണഘടനയിൽ കടമെടുത്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും വന്നിട്ടുള്ളത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു 1990 മോണ്ടേക് ചെംസ്ഫോർഡ് റീഫോംസിൻ്റെ ഫലമായിട്ട് ഡയാർക്കി, ദ്വിഭരണം വന്നിരുന്നു പ്രൊവിൻസസിലൊക്കെ. സോ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നപ്പോൾ ആ ഡയാർക്കി അല്ലെങ്കിൽ ദ്വിഭരണം എന്നൊരു സമ്പ്രദായം നിർത്തലാക്കി. അതിനുശേഷം ഒരു ഫെഡറൽ സംവിധാനം നിലവിൽ വരുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. 1940 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻലിത്കോ പ്രഭു മുന്നോട്ട് വെച്ചതാണ് ഓഗസ്റ്റ് ഓഫർ. ഈ ഓഫർ പ്രകാരം സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് നമ്മൾ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഫ്രീഡമും ഒക്കെ നൽകാമെന്നാണ് ഈ ഓഫറിലൂടെ പ്രഖ്യാപിക്കുന്നത്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. എന്തിനെതിരെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നത്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തി. ക്രിപ്സ് മിഷന് എതിരെ കോൺഗ്രസ് ആഹ്വാനം ചെയ്തതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഓഗസ്റ്റ് 8 നടന്ന ബോംബെ സെഷനിൽ വെച്ചാണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. പ്രമേയം പാസ്സാക്കിയത് അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതിൻ പ്രകാരം ഓഗസ്റ്റ് 8 പാസ്സാക്കുന്നത്. ഓഗസ്റ്റ് 9 മുതൽ ഇത് നിലവിൽ വരികയും ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നിലവിൽ വരികയും ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുകയും ചെയ്യുന്നു. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ പറഞ്ഞത്. ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഈ ഒരു മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയത് അരുണ ആസിഫ് അലിയാണ്. അതുകൊണ്ട് തന്നെ അരുണ ആസിഫ് അലി അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണപ്പോൾ? അരുണ ആസിഫ് അലി. ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനോടനുബന്ധിച്ച് ഒരുപാട് നാഷണൽ ലീഡേഴ്സിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓപ്പറേഷനെ പറയുന്നത് ഓപ്പറേഷൻ 0 അവർ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഓപ്പറേഷൻ 0 അവർ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് KB മേനോനാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി നടന്ന ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അത് രണ്ടും കേരളത്തിലെ കാര്യമാണ്. സോ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഒരിക്കൽ കൂടി പറയാം.
ഓഗസ്റ്റ് 8 ബോംബെ സെഷനിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ഈ പ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അറിയപ്പെടുന്നത്. 1943 സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി INA നിലവിൽ വരുന്നത്. 1942 ഇതിന്റെ ഒരു പ്രിഡിസിസർ എന്ന് നമുക്ക് പറയാവുന്ന ആസാദ് ഹിന്ദ് ഫൗജ് നിലവിലുണ്ടായിരുന്നു. 1943 INA ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വരുന്നത്. 1945 INA പട്ടാളക്കാരുടെ വിചാരണ നടക്കുകയാണ് റെഡ് ഫോർട്ടിൽ വെച്ചിട്ട്, അഥവാ ചെങ്കോട്ടയിൽ വെച്ച്. അതുപോലെ തന്നെ ആ വർഷം നടന്ന ഒരു സുപ്രധാന കാര്യമാണ് സിംല കോൺഫറൻസ്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭുവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒക്കെ ലീഡേഴ്സും ചേർന്ന് നടത്തിയ ഒരു കോൺഫറൻസ് ആണ് സിംല കോൺഫറൻസ്. നടന്നത് സിംലയിൽ വെച്ചിട്ടാണ്. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. ക്യാബിനറ്റ് മിഷന്റെ ഫലമായിട്ട് ഒരു ഇന്ററിംഗ് ഗവൺമെന്റ് അഥവാ ഇടക്കാല ഗവൺമെന്റ് ഇന്ത്യയിൽ നിലവിൽ വരികയാണ്. 1946 സെപ്റ്റംബർ 2 ഈ ഇന്ററിംഗ് ഗവൺമെന്റ് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷന്റെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ക്യാബിനറ്റ് മിഷന്റെ മെമ്പേഴ്സ് ആണ് പെറ്റ്വിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഒന്നുകൂടി പറയാം. ക്യാബിനറ്റ് മിഷന്റെ മെമ്പേഴ്സ് ആയിരുന്നു പെറ്റ്വിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ആൻഡ് ഇൻ 1947 നമുക്കറിയാം ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുന്നത് വഴി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഒരു മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാനും 1947 തന്നെയാണ് നിലവിൽ വരുന്നത്. ആ പ്ലാൻ പ്രകാരമാണ് ഇന്ത്യയെ 2 ഡിവൈഡ് ചെയ്യുന്നു, ഇന്ത്യയും പാകിസ്ഥാനും. അത് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ബോർഡർ അല്ലെങ്കിൽ വേർതിരിക്കുന്ന ബോർഡർ എന്താണ്? റെഡ് ക്ലിഫ് ലൈനാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത്. സോ നമുക്ക് ഒന്നുകൂടി നോക്കാം. 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നു. അതുപോലെ തന്നെ ഗാന്ധി ഇർവിൻ ഉടമ്പടി, ഗാന്ധി ഇർവിൻ പാക്ട് നടക്കുന്നു. ആ സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. ദ ഓൺലി ക്രിസ്ത്യൻ വൈസ്രോയി ആണ് ഇർവിൻ പ്രഭു. ഇദ്ദേഹം തന്നെയാണ് ദണ്ഡി മാർച്ചിനെ എ സ്റ്റോം ഇൻ എ ടീകപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. 1932 കമ്മ്യൂണൽ അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത് റാംസെ മക്ഡൊണാൾഡ്. അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു റാംസെ മക്ഡൊണാൾഡ്. ഇതിൽ പ്രകാരം മൈനോറിറ്റീസിന് കമ്മ്യൂണിറ്റി ബേസിസിൽ റിസർവേഷൻ അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണ്. കമ്മ്യൂണിറ്റീസിന് സെപ്പറേറ്റ് മണ്ഡലങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി പൂനെ യർവാദ ജയിലിൽ മരണം വരെ നിരാഹാരം കിടക്കുകയുണ്ടായി. അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹവുമായി നടത്തിയ ഒരു സന്ധിയാണ് പൂനെ പാക്ട്, പൂനെ ഉടമ്പടി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. 1940 ലിത്കോ പ്രഭു മുന്നോട്ട് വെച്ചതാണ് ഓഗസ്റ്റ് ഓഫർ. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആദ്യം ഈ പ്രമേയം പാസ്സാക്കിയത് ഓഗസ്റ്റ് 8 ബോംബെ സെഷനിൽ വെച്ചിട്ടാണ്. പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് KB മേനോനാണ്. 1943 ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്നു. 1945 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ട്രയൽ റെഡ് ഫോർട്ടിൽ വെച്ച് നടന്നു. സിംല കോൺഫറൻസ് നടന്നതും 1945 വേവൽ പ്രഭുവിൻ്റെയും അതുപോലെ തന്നെ മറ്റു നാഷണൽ ലീഡേഴ്സിൻ്റെയും നേതൃത്വത്തിൽ. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. ക്യാബിനറ്റ് മിഷനെ അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് അറ്റ്ലി. ക്യാബിനറ്റ് മിഷന്റെ മെമ്പേഴ്സ് ആരെല്ലാമായിരുന്നു? പെറ്റ്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷന്റെ ഫലമായിട്ട് 1946 സെപ്റ്റംബർ 2 നമുക്കൊരു ഇന്ററിംഗ് ഗവൺമെന്റ്, ഒരു ഇടക്കാല ഗവൺമെന്റ് ഉണ്ടാവുന്നു. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴി ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നു. സോ ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതായത് 1757 മുതൽ 1947 വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇയേഴ്സും
കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.